ഡോക്ടർ, കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന ഹൃദ്രോഗങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ സാധാരണമായി കാണുന്ന ഹൃദ്രോഗങ്ങൾ ഞാൻ പറഞ്ഞു. ഹാർട്ട് എന്ന് പറയുമ്പോൾ 4 അറകളുണ്ട്. മുകളിൽ 2 അറകളുണ്ട്. റൈറ്റ് സൈഡിൽ 2 അറകൾ, ലെഫ്റ്റ് സൈഡിൽ 2 അറകൾ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ വെയിൻസ് എല്ലാം കൂടി ഡ്രെയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലെ താഴത്തെ അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്ങിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യും. അത് ഒരു രക്തക്കുഴൽ വഴിയാണ് ലങ്ങിലേക്ക് പോയി അവിടുന്ന് ഓക്സിജൻ നിറച്ച് കഴിഞ്ഞിട്ടാണ് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ബ്ലഡ് വരുന്നത്. അത് ഒരു വാൽവ് വഴി കടന്ന് ഹാർട്ടിൻ്റെ മെയിൻ പമ്പിങ് ചേമ്പർ ലെഫ്റ്റ് സൈഡ് വെൻട്രിക്കിളാണ്. അവിടുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യും. അയോട്ട എന്ന് പറഞ്ഞൊരു രക്തധമനി വഴിയാണ് എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് പോകുന്നത്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഹാർട്ടിൻ്റെ ഈ സ്ട്രക്ചറിൽ ഈ 4 ചേമ്പേഴ്സ് തമ്മിൽ ഒരു കണക്ഷനും സാധാരണ കാണാറില്ല. ഈ വാൽവ് അല്ലാതെ വേറെ കണക്ഷൻസ് ഒന്നും കാണാറില്ല. അപ്പം ഈ ചേമ്പേഴ്സ് തമ്മിൽ റൈറ്റും ലെഫ്റ്റും തമ്മിൽ ഈ ഭിത്തികളിൽ ചെറിയ കണക്ഷൻസ് ഉണ്ടാവാം. അപ്പം അതിന് നമ്മൾ സാധാരണയായിട്ട് ഹോൾസ് എന്ന് പറയും, സുഷിരങ്ങൾ എന്ന് പറയും. അപ്പോൾ ഡിഫക്ട്സ് ഉണ്ടാവാം. ഹാർട്ടിൻ്റെ ചേമ്പേഴ്സിന് ഇടയ്ക്കുള്ള ആ ഒരു ഭിത്തിയിൽ തമ്മിലൊരു സുഷിരങ്ങൾ ഉണ്ടാവാം. പിന്നെ ഈ വാൽവിന് പ്രശ്നങ്ങളുണ്ട്. വാൽവിന് ചുരുക്കം ഉണ്ടാവാം, വാൽവിന് ചെറിയ ലീക്ക് ഉണ്ടാവാം. ഈ മെയിൻ രക്തക്കുഴലിൻ്റെ വാൽവിനും ഇതേപോലെ തന്നെ ചുരുക്കം ഉണ്ടാവാം, ലീക്ക് ഉണ്ടാവാം. കുറേ കൂടി കോംപ്ലക്സ് വരുമ്പോൾ ഈ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരുമിച്ച് വരാം. അതായത് അറകൾ തമ്മിലൊരു കണക്ഷനുമുണ്ട്, രക്തക്കുഴലിന് ചുരുക്കം വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഈ ഹാർട്ടിൻ്റെ നോർമലായിട്ട് ഈ ഓക്സിജൻ നിറച്ച് തിരിച്ച് ബോഡിയിലേക്ക് കൊണ്ടുപോകുന്ന ആ പ്രക്രിയ ശരിയായിട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡ് പൂർണ്ണമായിട്ടും ഹാർട്ടിൽ മിക്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഹാർട്ടിൻ്റെ ശരിക്കുള്ള ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ പോവുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യാം. സോ നോർമലി ഒരു ഓക്സിജൻ്റെ അളവ് നോർമൽ എന്ന് പറയുമ്പോൾ 97% മുകളിലാണ്. അപ്പം അത് കുറയാം. അപ്പോൾ ഒത്തിരി കുറയുമ്പോൾ നമുക്ക് ആ കുട്ടിയെ കാണുമ്പോൾ ഒരു നീല കളർ ടിഞ്ച് വരാം. അപ്പം ബ്ലൂ ബേബീസ് എന്ന് വിളിക്കാം. സൈനോട്ടിക് കഞ്ചനൽ ഹാർട്ട് ഡിസീസ് എന്നാണ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അസുഖത്തിന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയും കുറെ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥയാണ് ഈ സ്ട്രക്ചറിലുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത് ഹാർട്ടിൻ്റെ പമ്പിങ്. ഹാർട്ട് ഒരു മസ്കുലർ ഓർഗനാണ്. അപ്പം അത് നന്നായിട്ട് പമ്പ് ചെയ്താലേ ഈ ബ്ലഡ് ശരീരത്തിലേക്കും ലങ്ങിലേക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മെയിൻ പമ്പിങ് ചേമ്പേഴ്സിൻ്റെ പമ്പിങ് കുറവാണെങ്കിൽ, ഹാർട്ടിൻ്റെ പമ്പിങ് കുറവാണെങ്കിൽ അങ്ങനത്തെ കുറേ അസുഖങ്ങളുണ്ട്. കാർഡിയോമയോപ്പത്തീസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ജന്മനായുള്ള അസുഖങ്ങളായിരിക്കും, ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളായിരിക്കാം. ചില ഇൻഫെക്ഷൻ വന്നാലും വരാം. വൈറൽ ഇൻഫെക്ഷനൊക്കെ വന്നാലും ഹാർട്ടിൻ്റെ പമ്പിങ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഒരു രണ്ടാമത്തെ മെയിൻ ഗ്രൂപ്പ്. മൂന്നാമത്തെ മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ മിടിപ്പിന് വ്യത്യാസങ്ങൾ വരാം. മിടിപ്പ് കൂടാനും മിടിപ്പ് കുറഞ്ഞാലും രണ്ടും പ്രശ്നമാണ്. മിടിപ്പ് കൂടിയാൽ കുഞ്ഞിന് ബുദ്ധിമുട്ട് വരാം. ഇപ്പോൾ 1 വയസ്സുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. വലിയ കുട്ടികളാണെങ്കിൽ അവർ തന്നെ പറയും ഹാർട്ടിൻ്റെ മിടിക്കുന്നത് പോലെ അവർക്ക് അറിയുന്നു എന്നുള്ള പ്രശ്നം. അത് തന്നെ ഒരു പ്രശ്നമാണ്. ഹാർട്ടിൻ്റെ മിടിപ്പ് സാധാരണ നമുക്ക് അറിയാൻ പറ്റില്ല. നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒത്തിരി എക്സർട്ട് ചെയ്യുമ്പോൾ അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല. വെറുതെ ഇരിക്കുമ്പോഴും ഹാർട്ടിൻ്റെ മിടിപ്പ് കൂടുതലോ അല്ലെങ്കിൽ കുറവാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. ഹാർട്ടിൻ്റെ മിടിപ്പ് കുറഞ്ഞാൽ അവർക്ക് ക്ഷീണം വരാം, ചിലപ്പോൾ തലചുറ്റൽ വരാം, തലചുറ്റി വീണെന്ന് വരാം. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. നാലാമത്തെ കണ്ടീഷൻസ് ഹാർട്ടിൻ്റെ ഇൻഫെക്ഷൻസ് ആണ്. അപ്പം ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഹാർട്ടിൻ്റെ വാൽവിന് ഇൻഫെക്ഷൻ വരാം. നമ്മുടെ ഇപ്പോൾ പല്ലിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചെറിയ മുറിവ് പറ്റി, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ബാക്ടീരിയ എൻ്റർ ചെയ്താൽ ഹാർട്ടിൻ്റെ വാൽവിനോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ സുഷിരത്തിനടുത്ത് ഇതുപോലെ ഇൻഫെക്ഷൻ വരാം. ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയും. വേറെ ചില കണ്ടീഷൻസ് ഉണ്ട്, കവാസാക്കി ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള എന്തുകൊണ്ടാണത് വരുന്നതെന്ന് നമുക്കറിയില്ല. ഹാർട്ടിൻ്റെ രക്തധമനികൾ, അതായത് കൊറോണറി ആർട്ടറീസ്, അതിൽ കുറച്ചുകൂടി വികസിക്കുന്നതാണ് സാധാരണ. വികസിച്ച് ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് രക്തം കട്ടിപിടിച്ചു ഹാർട്ട് അറ്റാക്കൊക്കെ വരാൻ വരെ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ വലിയ ആൾക്കാരിൽ കേൾക്കുന്ന പോലെ പെട്ടെന്നുള്ള ഹാർട്ട് റിലേറ്റഡ് പെട്ടെന്നുള്ള മരണം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അതൊക്കെ കുട്ടികളിൽ വളരെ വളരെ റെയറാണ്. ഇപ്പോൾ കുട്ടികൾക്ക് നെഞ്ചുവേദന വന്നാൽ ആദ്യത്തെ കൺസേൺ പേരൻസിന് അതാണ്, ഹാർട്ട് അറ്റാക്ക് ആകുമോ എന്നൊക്കെ. അത് വളരെ റെയറാണ്. കുട്ടികളിൽ ഹാർട്ട് അറ്റാക്ക് വളരെ വളരെ റെയറാണ്. വളരെ ചെറിയ കണ്ടീഷൻസിൽ മാത്രമേ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന കുട്ടികളിലെ ഹൃദ്രോഗങ്ങൾ.